ഗുഡ് ആഫ്റ്റർനൂൺ 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങിയതിന് പിന്നാലെ CPIM-ൽ അതൃപ്തി പുകയുന്നു. 52 വർഷത്തെ തന്റെ പ്രവർത്തന പരിചയത്തെക്കാൾ വലുതാണോ വീണ ജോർജിന്റെ 9 വർഷമെന്ന് തുറന്നടിച്ച് A. പത്മകുമാർ. പാർട്ടി നടപടിയെടുത്താൽ 66-ാം വയസ്സിലെ വിരമിക്കലായി കണക്കാക്കുമെന്ന് A. പത്മകുമാർ 24-നോട്. A. പത്മകുമാറിനെ അണുനയിപ്പിക്കാൻ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആറന്മുളയിലെ വീട്ടിലെത്തി പത്മകുമാറിനെ കണ്ടു. പത്മകുമാർ ഉന്നയിച്ച കാര്യങ്ങൾ നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് രാജു എബ്രഹാം. A. പത്മകുമാറിന്റെ വിമർശനത്തിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ച് CPIM നേതാവ് പ്രകാശ് കാരാട്. ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സംസ്ഥാനമാണ്. തീരുമാനമെടുക്കാൻ അധികാരം സംസ്ഥാന കമ്മിറ്റിക്ക് മാത്രമെന്നും പ്രകാശ് കാരാട്. P. ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിന് എതിരെ മകൻ ജെയിൻ രാജന്റെ വാട്സാപ്പ് സ്റ്റേറ്റസ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ J. മേഴ്സിക്കുട്ടിയമ്മ അതൃപ്തി അറിയിച്ചതായി സൂചന. ചർച്ചയായ ഫേസ്ബുക്ക് പോസ്റ്റിൽ മാധ്യമങ്ങളെ പഴിചാരി കണ്ണൂരിലെ വനിതാ നേതാവ് N. സുകന്യ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരു അപശബ്ദം പോലുമില്ലാതെ സമ്മേളനം അവസാനിച്ചത് പിണറായി വിജയന്റെ മികവ്. CPIM പിണറായി വിജയനെ കേന്ദ്രീകരിച്ചു പോകുന്നതാണ് നല്ലതെന്നും വെള്ളാപ്പള്ളി നടേശൻ. CPIM-ലെ പ്രായപരിധി മാനദണ്ഡത്തിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന നേതാവ് G. സുധാകരൻ. 75 വയസ്സ് തികയാൻ മാസങ്ങളുടെ വ്യത്യാസമുള്ളവർക്ക് നേതൃത്വത്തിൽ തുടരാൻ അവസരമൊരുങ്ങിയെന്ന് കുറ്റപ്പെടുത്തൽ. 75 എപ്പോൾ തികയുന്നോ അപ്പോൾ സ്ഥാനമൊഴിയണം എന്നതാണ് മാനദണ്ഡം. ആ മാനദണ്ഡം മനസ്സിലാക്കി താൻ സ്വയം ഒഴിഞ്ഞെന്നും G. സുധാകരൻ. പ്രായപരിധി 70 വയസ്സാക്കണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. ഭരണത്തിൽ മൂന്നാം ഊഴം എന്ന മുദ്രാവാക്യം സജീവമാക്കി CPIM സംസ്ഥാന ഘടകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനിഷേധ്യത അരക്കിട്ടുറപ്പിച്ച് കൊല്ലം സംസ്ഥാന സമ്മേളനം. വയനാട് കലക്ട്രേറ്റ് ഉപരോധിക്കാൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കൂട്ടായ്മ. സർക്കാർ ഒപ്പിട്ട് നൽകാൻ ആവശ്യപ്പെട്ട സമ്മതപത്രത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി ഉപാധികളെന്നും ദുരന്തബാധിതർ. രേഖകൾ കലക്ടർക്ക് തിരിച്ചു നൽകാനും കൂട്ടായ്മയുടെ തീരുമാനം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന പരാതിയിൽ തന്ത്രിമാർക്കെതിരെ ആഞ്ഞടിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തന്ത്രിമാരാണ് സർവാധികാരികൾ എന്ന അഹങ്കാരം വേണ്ട. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിന് കഴിയണമെന്നും വെള്ളാപ്പള്ളി. കഴകക്കാരനെ മാറ്റിയത് ചട്ടലംഘനമെന്ന് K. രാധാകൃഷ്ണൻ MP. ജാതി വിവേചന പരാതിയിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജീവനക്കാരനായി VA ബാലുവിനെ തന്നെ നിയമിക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി നേരിട്ടോ എന്ന് VA ബാലുവിനോട് അന്വേഷിക്കും. ജാതി അധിക്ഷേപം തെളിഞ്ഞാൽ തന്ത്രിമാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി. കേരളത്തിലെ ആശാ വർക്കേഴ്സിന്റെ സമരം ലോക്സഭയിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ. കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരുന്നുവെന്ന് KC വേണുഗോപാൽ. വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് ശശി തരൂരും VK ശ്രീകണ്ഠനും. അടിയന്തര പ്രമേയ നോട്ടീസുകൾക്ക് അനുമതി നിഷേധിച്ചതോടെ രാജ്യസഭയിൽ ബഹളം. വഖഫ് ബില്ല് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഉറച്ചു കേന്ദ്ര സർക്കാർ. ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശിക നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ മുൻഗണന എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF സർക്കാരിന്റെ കാലത്തെ കുടിശ്ശിക നൽകിയത് LDF സർക്കാർ എന്ന് ധനമന്ത്രി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. അഭിഭാഷകയോട് മോശമായി സംസാരിച്ചുവെന്ന വിവാദത്തിൽ ജസ്റ്റിസ് A. ബദറുദ്ദീനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സമീപിക്കാൻ അഭിഭാഷക അസോസിയേഷൻ. ജസ്റ്റിസ് ബദറുദ്ദീനെ കേരള ഹൈക്കോടതിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം. ബദറുദ്ദീന്റെ കോടതി ബഹിഷ്കരിക്കുന്ന നടപടിയിൽ നിന്ന് പിൻവാങ്ങും. അസോസിയേഷന്റെ അനുമതിയില്ലാതെ വിഷയം ചർച്ച ചെയ്തതിന് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിന് സസ്പെൻഷൻ. പാലക്കാട് ഏർബൻ ബാങ്ക് മുക്കുപണ്ട പണയ തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ ശേഷവും പ്രതി വിവേക് മെസ്സേജ് അയച്ചെന്ന് മുൻ മാനേജർ ശരണ്യ 24-നോട്. കേസിലെ മുഖ്യപ്രതി മോഹനകൃഷ്ണനുമായും കണ്ടുപരിചയമുണ്ട്. തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് മാറിയെന്നും ശരണ്യ 24-നോട്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഇടപെട്ട് ഗവർണർ DGP-യോട് റിപ്പോർട്ട് തേടി. കോളേജ് ക്യാമ്പസുകളിലെ ലഹരി വ്യാപനത്തിന് തടയിടാൻ ഗവർണർ വിളിച്ച VC-മാരുടെ യോഗമെന്ന്. കാസർഗോട്ട് ലഹരി വിൽപ്പനയെക്കുറിച്ച് പോലീസിൽ വിവരം നൽകിയതിന് യുവാവിന്റെ വീടിന് നേരെ ആക്രമണം. മാസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവിനും പരുക്ക്. മലപ്പുറത്ത് വൻ MDMA വേട്ട.
ലഹരി വ്യാപനത്തിനെതിരെ ജാഗ്രത വേണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുട്ടികളെയും യുവജനങ്ങളെയും പ്രത്യേകമായി നിരീക്ഷിക്കണം. അശ്രദ്ധയുണ്ടായാൽ എവിടെ വേണമെങ്കിലും ലഹരി കടന്നുവരാമെന്നും മലപ്പുറം ചെമ്മാട് റംസാൻ പ്രഭാഷണ പരമ്പരയിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കാസർഗോഡ് പൈവെളികയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെയും 42-കാരന്റെയും ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇരുവരും ജീവനൊടുക്കിയതിനുള്ള കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലീസ്. മകൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണമെന്ന് പെൺകുട്ടിയുടെ അമ്മ 24-നോട്. കാസർഗോഡ് പൈവെളികയിൽ 15-കാരിയുടെ മരണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നിയമത്തിന് മുൻപിൽ VVIPയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണെന്ന് കോടതി. അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണമെന്നും ഹൈക്കോടതി. 24 എക്സ്ക്ലൂസീവ്. ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃതമായി നിർമ്മിക്കുന്ന റിസോർട്ടിന് ഒഴിപ്പിക്കൽ നടപടി ഉണ്ടാകാതിരിക്കാൻ കുരിശു പണിത് ഉടമ. പണി പൂർത്തിയാക്കിയത് സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവ് നൽകിയതിനു ശേഷം. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലത്ത് അനധികൃത നിർമ്മാണം നടത്തിയത് ഉദ്യോഗസ്ഥ ഒത്താശയോടെ. പാലക്കാട് കഞ്ചിക്കോട് കാട് കയറാതെ കാട്ടാനകൾ. ജനവാസ മേഖലയെ വിറപ്പിച്ച് PT-14ഉം PT-5ഉം. ദൃശ്യങ്ങൾ 24-ന്. മലപ്പുറം അമ്പാടിറങ്ങിയ പുലിയെ കൂടുവെച്ച് പിടികൂടുന്ന വനമന്ത്രി. നഷ്ടപരിഹാരത്തിന് പ്രത്യേക ട്രൈബ്യൂണൽ പരിഗണനയിലെന്ന് AK ശശീന്ദ്രൻ നിയമസഭയിൽ. UDF ഘടകകക്ഷികളെ നേരിൽ കാണാൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. ബോംബ് ഭീഷണിയെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ തിരിച്ചിറക്കി. ഭീഷണി സന്ദേശം ലഭിച്ചത് പുലർച്ചെ 2 മണിക്ക് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിമരുന്ന് വിഴുങ്ങി മരിച്ച ഷാനിദുമായി അടുപ്പമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഷാനിദ് നേരത്തെ തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം. മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ പോലീസ് സംഘം മുംബൈയിലേക്ക്. മുംബൈയിലെ സലൂണുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. കുട്ടികൾക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. തന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനെക്കുറിച്ച് മുതിർന്ന CPI നേതാവ് MM ലോറൻസ് പറയുന്ന വീഡിയോ പുറത്തുവിട്ട് മക്കൾ. മൃതദേഹം സംസ്കരിക്കണമെന്ന് MM ലോറൻസ് വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് മകൾ സുജാത. വീഡിയോ ഹൈക്കോടതിക്ക് കൈമാറി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് തലവൻ ഷെഹനാസ് സിംഗ് അറസ്റ്റിൽ. പിടികൂടിയത് പഞ്ചാബിലെ തൻതരണിൽ നിന്ന്. അമേരിക്കയിൽ ഫെബ്രുവരി 26-ന് പിടികൂടിയ വൻ മയക്കുമരുന്ന് ശേഖരത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന പ്രധാന കണ്ണി വയനാട് പോലീസിന്റെ പിടിയിൽ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഷുഹൈബിന്റെ കസ്റ്റഡി അപേക്ഷയും സത്യവാങ്മൂലവും നാളെ സമർപ്പിക്കും. കേസ് പരിഗണിച്ചത് താമരശ്ശേരി 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടിയെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് കണ്ടതുകൊണ്ടാണ് നടപടിയെടുത്തത്. കർശനമായ നടപടികളാണ് ഈ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചതെന്നും രാജു എബ്രഹാം. BJP സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി K സുരേന്ദ്രൻ. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെക്കുറിച്ച് വരുന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്ന് K സുരേന്ദ്രൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി. തുറമുഖ പദ്ധതിയുടെ അടുത്ത ഘട്ടം ഉടൻ തുടങ്ങും. കടൽ ഖനനത്തിന് പിന്നിലെ ലക്ഷ്യം കടൽ കൊള്ളയെന്ന് KC വേണുഗോപാൽ MP. ഖനനം നടത്താൻ പദ്ധതിയിടുന്നത് മത്സ്യസമ്പത്തും ധാതുശേഖരവും ഉള്ളിടത്ത്. പരിസ്ഥിതി ആഘാത പഠനം നടത്തണം എന്നതാണ് ആവശ്യമെന്നും KC വേണുഗോപാൽ. ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി വെടിക്കെട്ട് നടത്തിയതിന് മരട് ദേവീക്ഷേത്രം വടക്കേ ചേരുവാരം ഭാരവാഹികൾക്കെതിരെ കേസെടുത്തത് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം. വെടിക്കെട്ട് നടത്തിയത് ഇന്നലെ എന്നും റിപ്പോർട്ട്. ഇനി കേരളത്തിനുള്ള കൂടുതൽ വാർത്ത. ഇടുക്കി നെടുങ്കണ്ടത്തിന് സമീപം അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശി സരസ്വതിയാണ് മരിച്ചത്. ഭർത്താവ് രാജേഷ് പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ ഇരിക്കൂറിൽ ആദിവാസി സ്ത്രീ ഷെഡിൽ മരിച്ച നിലയിൽ. കാലിമന്ദം നഗറിലെ രജനിയാണ് മരിച്ചത്. ഭർത്താവ് ബാബു പോലീസ് കസ്റ്റഡിയിൽ. കോട്ടയം പാലായിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് കലുങ്കിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം.
മരിച്ചത് രാജേഷ്. ബസ് നിയന്ത്രണം വിട്ടത് ഡ്രൈവർ കുഴഞ്ഞു വീണതിനെ തുടർന്ന്. കഞ്ചാവ് ലഹരിയിൽ വഴിയാത്രികനെ കിണറ്റിൽ തള്ളിയിട്ട് യുവാവ്. സംഭവം കോട്ടയം കുറവിലങ്ങാട്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി കിണറ്റിൽ വീണയാളെ രക്ഷപ്പെടുത്തി. മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച. 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി. കവർച്ച കൂത്താടൻ നസീർ അഹമ്മദിന്റെ വീട്ടിൽ. കോഴിക്കോട് മേപ്പയൂർ പുറക്കാമലയിൽ ക്വാറി ഖനന നീക്കം വീണ്ടും തടഞ്ഞ് സമരസമിതി. പ്രതിഷേധിച്ചത് സ്ത്രീകളടക്കമുള്ളവർ. ഖനനം നടത്താനുള്ള നീക്കം ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചതോടെ. എറണാകുളം പള്ളുരുത്തിയിൽ ഏറ്റുമുട്ടി യുവാക്കൾ. സംഭവം പള്ളുരുത്തി മാർക്കറ്റിന് സമീപം. യുവാക്കൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയം. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നൊരുക്കുന്ന 100 വീട് പദ്ധതിയിൽ എറണാകുളത്തെ 8ാമത്തെ വീടിന് തറക്കല്ലിട്ടു. സ്നേഹവീട് ഒരുങ്ങുന്നത് ചേരാനല്ലൂർ പള്ളിപ്പറമ്പിൽ വീട്ടിൽ റീനയ്ക്ക്. 24 കണക്ട് എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീശൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പാലക്കാട് കൂനത്തറയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഷൊർണൂർ ചുടുവാലത്തൂർ സ്വദേശി സതീശനും മകനും പരിക്കേറ്റു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. സ്തനാർബുദ ബോധവൽക്കരണ സന്ദേശവുമായി കാരുണ്യ സന്ദേശയാത്ര പെരിയാർ തീരത്തെത്തി. സ്തനാർബുദ ബോധവൽക്കരണത്തിനൊപ്പം പെരിയാർ നദിയുടെ ശുചീകരണവും സംഘടിപ്പിച്ചു. സന്ദേശയാത്ര നയിക്കുന്നത് നിഷ ജോസ് കെ മാണി. ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം. കൊച്ചി നഗരത്തിൽ ഹരിത ഓട്ടോ സർവീസുകൾ ഈ മാസം ആരംഭിക്കും. പെർമിറ്റിന് അർഹരായവരുടെ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. എറണാകുളം ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിന്റെ വാട്ടർ ATM ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡന്റുമാരെ നിയമിക്കുന്നു. വിവിധ വിഭാഗങ്ങളിലേക്ക് കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. അഭിമുഖം ഈ മാസം 13-ന്. റീജിയണൽ ക്യാൻസർ സെന്റർ അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് ഇൻ മൈക്രോബയോളജി എന്ന ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ നൽകാനുള്ള അവസാന തീയതി മാർച്ച് 20. പന്തളം ബ്ലോക്കിൽ പ്രവർത്തനം തുടങ്ങുന്ന മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്ററിലേക്ക് അക്കൗണ്ടന്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത M.Com ടാലി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി മാർച്ച് 18. കോട്ടയം ജില്ലയിൽ അസാപ് കേരളയുടെ നേതൃത്വത്തിൽ ജർമ്മൻ A1 കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ ഈ മാസം 22-നകം അപേക്ഷകൾ നൽകണം. കടലുണ്ടി പഞ്ചായത്തിലെ അങ്കണവാടിയിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് പഞ്ചായത്തിലെ 9ാം വാർഡിലെ സ്ഥിര താമസക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. ദേശീയ വാർത്ത. കർണാടകയിലെ ഹംപിയിൽ ഇസ്രയേലി വനിതയെയും ഹോംസ്റ്റേ നടത്തിപ്പുകാരിയെയും കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3ാമത്തെ പ്രതിയും പിടിയിൽ. ഗംഗാവല്ലി സ്വദേശി ശരണവ ബസവയെ പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്ന്. IPL ചെയർപേഴ്സണ് കത്തയച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL-നിടെ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ കർശനമായി നിയന്ത്രിക്കണമെന്ന് നിർദ്ദേശം. മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗലിന്റെ ഓഫീസിൽ ED റെയ്ഡ്. ബാഗലിന്റെ മകൻ ചൈതന്യ ബാഗലിന്റെ വസതിയിലും ഓഫീസിലും റെയ്ഡ് നടത്തി. ജനകീയ വിഷയങ്ങളെ മറികടക്കാനുള്ള നീക്കമെന്ന് KC വേണുഗോപാൽ MP. ചാമ്പ്യൻസ് ട്രോഫി വിജയാഘോഷങ്ങൾക്കിടെ മധ്യപ്രദേശിലെ മൗവിൽ സംഘർഷം. 4 പേർക്ക് പരിക്കേറ്റു. സംഘർഷങ്ങൾക്കിടയാക്കിയത് ബൈക്ക് റാലിക്കിടെ ഉണ്ടായ കല്ലേറ്. IPL സാമ്പത്തിക ക്രമക്കേടിൽ ആരോപണ വിധേയനായ ലളിത് മോദിക്ക് തിരിച്ചടി. ലളിത് മോദിക്ക് നൽകിയ പാസ്പോർട്ട് റദ്ദാക്കണമെന്ന് വാനുവാട്ടു പ്രധാനമന്ത്രി ജോത്തം നപത്ത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വിമർശനവുമായി DMK അംഗം കനിമൊഴി. തമിഴ്നാട്ടിലെ ജനങ്ങളെ സംസ്കാരമില്ലാത്തവർ എന്ന് വിളിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം അത്യന്തം വേദനാജനകമെന്ന് കനിമൊഴി. ഗുൽമാർഗിൽ നടന്ന ഫാഷൻ ഷോയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ട് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. നടപടി കുറ്റകരമെന്ന് മുഖ്യമന്ത്രി.
തെലങ്കാന ടണൽ ദുരന്തത്തിൽ മരിച്ച ആളെ തിരിച്ചറിഞ്ഞു. മരിച്ചത് പഞ്ചാബ് സ്വദേശി ഗുർപ്രീത് സിംഗ്. കേരള പോലീസിന്റെ കടാവർ നായ്ക്കളെ ഉപയോഗിച്ച് പരിശോധന തുടരുകയാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മരണം 35. ആന്ധ്രയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 1,00,000-ഓളം ആളുകൾ. രാജ്യാന്തര വാർത്തകൾ. തന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ സന്ദേശം വായിച്ച് കർദിനാൾ മൈക്കൽ സേണി. അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപം വെടിയുതിർത്ത യുവാവിനെ കീഴ്പ്പെടുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ. വെടിയേറ്റയാൾ ആശുപത്രിയിൽ. നേറ്റോ സഖ്യത്തിൽ നിന്ന് US പുറത്തുകടക്കണമെന്ന് ഡോജ് മേധാവിയും വ്യവസായിയുമായ ഇലോൺ മസ്ക്. യൂറോപ്പിന്റെ പ്രതിരോധത്തിന് അമേരിക്ക പണം നൽകുന്നതിൽ അർത്ഥമില്ലെന്നും മസ്ക്. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനായി കാനഡയുടെ പ്രധാനമന്ത്രിയാകാൻ മാർക്ക് കാർണി. ലിബറൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മുൻ ധനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലൻഡിനെ കാർണി പരാജയപ്പെടുത്തി. കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ലെന്ന് മാർക്ക് കാർണി. സിറിയയിലെ ഏറ്റുമുട്ടലിൽ 1000-ലധികം പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് പുതിയ പ്രസിഡന്റ് അൽ ഷര. 14 വർഷം മുൻപ് സിറിയയിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമെന്ന് റിപ്പോർട്ട്. ഗസ പുനർനിർമ്മാണത്തിന് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളുടെ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. $5300 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിലൂടെ ഗസയെ പുനർനിർമ്മിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കിഴക്കൻ ഓസ്ട്രേലിയയിൽ ആഞ്ഞടിച്ച് ആൽഫ്രഡ് ചുഴലിക്കാറ്റ്. വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കം. ശക്തമായ മഴയെ തുടർന്ന് വൈദ്യുതി ബന്ധം താറുമാറായി. മിന്നലാക്രമണത്തിലൂടെ യുക്രൈൻ പിടിച്ചെടുത്ത കുക്സ് മേഖല തിരിച്ചുപിടിക്കാൻ പുതിയ തന്ത്രവുമായി റഷ്യ. സൈനികർ ഗ്യാസ് പൈപ്പിലൂടെ എത്തി പിന്നിൽ യുക്രൈൻ സൈനികരെ ആക്രമിച്ചു. പ്രതിരോധിച്ച് യുക്രൈൻ സേന. ക്രിപ്റ്റോ കറൻസി കവർച്ചയിൽ റെക്കോർഡ് തകർത്ത് ഉത്തര കൊറിയൻ ഹാക്കേഴ്സ്. ഭരണകൂടത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് കരുതപ്പെടുന്ന ഹാക്കേഴ്സ് $300 മില്യൺ പണമാക്കി മാറ്റി. റൊമാനിയയിൽ മെയ് മാസത്തിൽ വീണ്ടും നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് കാലിൻ ജോർജിസ്കുവിന് വിലക്ക്. തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് പാർട്ടി നേതാവായ കാലിനെ വിലക്കിയത് സെൻട്രൽ ഇലക്ട്രൽ ബ്യൂറോ. ഹമാസുമായി നേരിട്ട് നടത്തിയ ചർച്ചകൾ ബന്ദികളുടെ മോചനത്തിന് സഹായകമായേക്കുമെന്ന് അമേരിക്ക. ഹമാസുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലുള്ള സാധ്യതകൾ തള്ളിക്കളയാതെ വൈറ്റ് ഹൌസ്. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 8,050 രൂപയായി. 1 പവൻ സ്വർണ്ണത്തിന്റെ വില 64,400 രൂപ. വിവിധ രാജ്യങ്ങളിലുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധം ഇന്ത്യയും ബാധിക്കാൻ സാധ്യത. ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നതിന് സമാനമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയും നികുതി ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആപ്പിൾ, ഹാർലി ഡേവിഡ്സൺ, ഡെൽ അടക്കമുള്ള അമേരിക്കൻ ബ്രാൻഡുകൾക്ക് വില കുറഞ്ഞേക്കും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായാൽ തദ്ദേശീയ വ്യാപാരത്തെ ബാധിക്കുമെന്ന് ആശങ്ക. അമേരിക്കയിൽ മുട്ട വിലയിൽ വൻ വർധന. 12 കോഴിമുട്ടയുള്ള ഒരു പാക്കറ്റിന്റെ വില $4.95. അമേരിക്കയിലെ ചില നഗരങ്ങളിൽ വില $11 വരെയായി ഉയർന്നു. ഡീപ് സീക്കിനെ കടത്തിവെട്ടാൻ പുതിയ ആപ്പുമായി ചൈന. ചൈനയുടെ ഭീമൻ കമ്പനിയായ ആലിബാബയാണ് പുതിയ ആപ്പുമായി രംഗത്തെത്തിയത്. സങ്കീർണമായ പല പ്രശ്നങ്ങളെയും കുറഞ്ഞ ഡേറ്റ ഉപയോഗപ്പെടുത്തി പരിഹരിക്കുമെന്ന് കമ്പനി. ഇന്ത്യയിൽ ഉപയോഗിച്ച കാറുകൾ ഏറെയും വാങ്ങുന്നത് വനിതകൾ എന്ന റിപ്പോർട്ട്. 2025 മാർച്ച് വരെ ഉപയോഗിച്ച കാറുകൾ വാങ്ങിയവരിൽ 46% വനിതകൾ. വനിതകൾക്ക് ഏറ്റവും പ്രിയം ഓട്ടോമാറ്റിക് കാറുകളാണ്. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽ മൂക്കുകുത്തി റബ്ബർ വില. തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ മുൻനിര റബ്ബർ ഉൽപാദന രാജ്യങ്ങളെയും വ്യാപാരം ബാധിച്ചു. ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിച്ച് വിദേശ നിക്ഷേപകർ. ആഗോള വ്യാപാര സംഘർഷവും കോർപ്പറേറ്റ് വരുമാനത്തിലെ മങ്ങിയ പ്രകടനവും തിരിച്ചടിയായി. സ്പോർട്സ് ന്യൂസ്.
ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീം ഇന്ത്യക്ക് അഭിനന്ദന പ്രവാഹം. കപ്പുമായി വരുന്ന ടീമിന് വമ്പൻ സ്വീകരണമൊരുക്കാനാണ് BCCIയുടെയും ആരാധകരുടെയും പദ്ധതി. ICC ചാമ്പ്യൻസ് ട്രോഫി സമ്മാനദാന ചടങ്ങിൽ ആതിഥേയരായ പാകിസ്ഥാന്റെ പ്രതിനിധികളെ വിളിക്കാത്തതിനെതിരെ ചൊല്ലി വിവാദം. ICCയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ടൂർണമെന്റ് നടത്തിപ്പുകാർ വേദിയിൽ ഇല്ലാതായി പോയതിന് കാരണം. അതേസമയം BCCI പ്രസിഡന്റും സെക്രട്ടറിയുമെല്ലാം ചടങ്ങിലുണ്ടായിരുന്നു. മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമിക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് ഷാർലറ്റിനെ തോൽപ്പിച്ചു. നായകൻ മെസ്സി ഇന്നും കളിക്കാനിറങ്ങിയിരുന്നില്ല. AFC ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്നിറങ്ങും. രാത്രി 11:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ എസ്തേഗ്ലാലാണ് എതിരാളികൾ. ആദ്യ പാദ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പഞ്ചാബ് FC, മുഹമ്മദൻ സ്പോർട്ടിംഗ് ടീമുകൾക്ക് ഇന്ന് അവസാന ലീഗ് മത്സരം. രാത്രി 7:30 കൊൽക്കത്ത കിഷോർ ഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇരു ടീമുകളുടെയും പ്ലേ ഓഫ് സാധ്യതകൾ നേരത്തെ തന്നെ അവസാനിച്ചിരുന്നു. IPL നിന്ന് പിന്മാറി ഇംഗ്ലണ്ട് താരം ഹാരി ബ്രൂക്ക്. ദേശീയ ടീം ചുമതലകൾ ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ക്യാപിറ്റൽസ് താരമായ ബ്രൂക്കിന്റെ പിന്മാറ്റം. കാണാം കലാസാംസ്കാരിക സിനിമ വാർത്ത. മാത്യു തോമസിനെ നായകനാക്കി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ലവ്ലിയുടെ ടീസർ പുറത്ത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സംവിധായകൻ ആഷിഖ് കപൂർ. നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ് കന്നഡ സിനിമയിലേക്ക് 8 എന്ന സ്പോർട്സ് ഡ്രാമയിലൂടെ കന്നഡ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കും. AVR എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അരവിന്ദ് വെങ്കടേഷ് റെഡ്ഡി നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുക സുജയ് ശാസ്ത്രി. സൈജു കുറുപ്പ്, തൻവീർ റാം, അർജുൻ അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന അഭിലാഷത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. അർജുൻ അശോകൻ അവതരിപ്പിക്കുന്ന താജു എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന ഈ പോസ്റ്ററാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ഉടൻ പുറത്തിറങ്ങും. ട്രെയിലർ ഈ മാസം 15 പുറത്തിറങ്ങിയേക്കുമെന്ന് സൂചനകൾ. ട്രെയിലർ 3.51 മിനിറ്റാണെന്ന് സൂചന. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഹത്തനെ ഉദയ എന്ന ചിത്രം ഏപ്രിൽ 18 റിലീസ് ചെയ്യും. AK കുഞ്ഞിരാമ പണിക്കർ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയുടെ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നാടക കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഇനി പോലീസ് ജാരിയുമായി സുഹൈൽ മുഹമ്മദ് ചേരും. നമസ്കാരം.